ഈ വിഷയത്തിൽ അപ്പീൽ നൽകില്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു പ്രതികരിക്കുകയാണ് തത്സമയം. ഇപ്പോൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രാറുടെ പറയുന്നത് രജിസ്ട്രാർക്ക് ഔദ്യോഗിക വാഹനം കൊടുക്കില്ല എന്നാണ്. ആ നിലപാടിനോട് എന്താണ് പ്രതികരിക്കുന്നത്? അത് പരിശോധിച്ച് പറയാം. സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയൊക്കെ വിസ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ലിസ്റ്റൊക്കെ പ്രഖ്യാപിച്ചിട്ട് പോവാണല്ലോ. പെട്ടെന്ന് കൊടുത്തു ലിസ്റ്റൊക്കെ. എന്താണ് ഈ കോടതി വിചാരത്തിലാണോ? അതൊക്കെ വളരെ വ്യക്തമായ കാര്യമല്ലേ. അതായത് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളിൽ കടന്നു കയറാനുള്ള ശ്രമങ്ങളാണ് നടന്നത് എന്ന് വളരെ സുവ്യക്തമായ നിലയിൽ തെളിഞ്ഞിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഗവൺമെൻറ് നിലപാടാണ് ശരി എന്ന നിലയിലാണ് കോടതി വിധികൾ വരുന്നത്. ഇപ്പോൾ പുറകെ ആയിട്ട് ഒരുപാട് കോടതി വിധികൾ നമുക്ക് ലഭ്യമായല്ലോ. യൂണിവേഴ്സിറ്റി വിഷയത്തിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയാവുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനോട് കൂടിയാലോചിച്ച് ചാൻസലർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഗവർണർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നിരന്തരമായിട്ട് കോടതി വിധിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റാണ് ഈ സർവകലാശാലകൾക്ക് വേണ്ടുന്ന ധനസഹായം നൽകുന്നതും അവയുടെ പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നതും. ആ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടായാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെയാണ്. ആ നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ ശേഷിയും ഇല്ല. നോക്കുകുത്തിയാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഗവർണർമാർ ചാൻസലർമാരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീട്ടൂരങ്ങൾക്കനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടി വരുന്നത് എന്നുള്ളത് തീർച്ചയായും നിർഭാഗ്യകരമാണ്. ഇപ്പോൾ വന്നിട്ടുള്ള 2 കോടതി വിധികളുടെയും അടിസ്ഥാനത്തിൽ ചാൻസലറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ സർവകലാശാലകളിൽ അക്കാദമിക അന്തരീക്ഷം നല്ല നിലയിൽ ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കണം. അനിശ്ചിതത്വത്തിൻ്റെ കേന്ദ്രങ്ങളായി അവ തുടരാൻ പറ്റില്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനോട് കൂടിയാലോചിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വിഷയത്തിൽ അപ്പീൽ നൽകില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പീൽ ഫയൽ ചെയ്താൽ പ്രവേശന നടപടികളെ ബാധിക്കരുതെന്നും സംസ്ഥാന സർക്കാർ അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പരിഷ്കരണ ഫോർമുല അടുത്ത വർഷം മുതൽ നടപ്പിലാക്കും. അപ്പീൽ സുപ്രീം കോടതി 4 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. ഷബ്ന സിയാദ് ലീഗൽ ഡെസ്കിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു, സർക്കാർ അപ്പീലിനില്ല. കാരണം ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ ഈ പ്രവേശന നടപടികൾ പൂർത്തിയാക്കണം, അധ്യയന വർഷം ആരംഭിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഇത് വിദ്യാർത്ഥികളുടെ ആകെയുള്ള ആ പ്രവേശനത്തെ പൂർണ്ണമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം. പകരം അടുത്ത വർഷം ഈ സാങ്കേതികത്വമൊന്നും ഇല്ലാതെ പരിപാടി നടപ്പിലാക്കും, അങ്ങനെയല്ലേ? തീർച്ചയായും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജയ്ദീപ് ഗുപ്ത തന്നെ സുപ്രീം കോടതിയിൽ ഹാജരായി വാദം നടത്തി. ഏതായാലും സർക്കാർ അപ്പീലിന് പോകുന്നില്ല എന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നു. കാരണം ഈ വർഷത്തെ പ്രവേശന നടപടികൾ നീണ്ടുപോകും. ഇത്തരത്തിൽ നീണ്ടുപോയാൽ കുട്ടികളുടെ ഭാവിയെ അത് ബാധിക്കും. സർക്കാരിന് സമയബന്ധിതമായി ഇതിലെ നടപടികൾ പൂർത്തീകരിക്കേണ്ടത് ഉണ്ട്. അതുകൊണ്ട് മാത്രം സർക്കാർ അപ്പീൽ സമർപ്പിക്കുന്നില്ല. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി അംഗീകരിക്കുകയാണ്. അതിൽ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കുട്ടികളുടെ ഭാവിയെ കരുതിയാണ് അംഗീകരിക്കുന്നത്. അടുത്ത വർഷം മുതൽ ഇത്തരത്തിലുള്ള പരിഷ്കരണത്തിലേക്ക് സർക്കാർ പോകും എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അപ്പീൽ നൽകാത്ത സാഹചര്യത്തിൽ കോടതി ഇന്ന് നിലപാടെടുത്തത് ഇപ്പോഴുള്ള ഈ റാങ്ക് ലിസ്റ്റ്, പുതുതായി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നൊരാവശ്യം കേരള സിലബസിലെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ആ ആവശ്യം തള്ളുകയും ചെയ്തു. 4 ആഴ്ചയ്ക്കകം ഇതിൽ മറുപടി നൽകാനാണ് സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CBSE വിദ്യാർത്ഥികളും ഈ ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു. എന്നാൽ ഏതായാലും കേരള സിലബസിലെ വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ഇത്തരത്തിൽ ഈ പട്ടിക സ്റ്റേ ചെയ്യണം എന്ന് ഇന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് കോടതി അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിന് പുതിയ പട്ടികയും പുതിയ പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് ഇപ്പോഴുള്ള വസ്തുത. ഏതായാലും സംസ്ഥാന സർക്കാർ ഇന്ന് നിലപാട് അറിയിച്ചത് പ്രകാരം അടുത്ത വർഷം ഈ പുതിയ പരിഷ്കരണം നടപ്പിലാക്കും എന്ന് തന്നെയാണ്. ശരി, അടുത്ത വർഷം പുതിയ പരിഷ്കരണം നടപ്പിലാക്കും. ഇപ്പോൾ എന്തായാലും അപ്പീലിനില്ല എന്നുള്ളത് കോടതിയെ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതുതന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വെക്കുന്നത്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.